ഇതാ ഞാൻ പറഞ്ഞ ചട്ടിയുടെ റെസിപ്പി കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു കോമൺ റെസിപ്പി ആവാം. ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ മുറിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാകാൻ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നീളത്തിൽ മുറിച്ച സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. പണ്ടൊക്കെ പറയില്ലേ സവാള ഇങ്ങനെ കണ്ണിരിക്കുന്നുണ്ടെങ്കിലും അമ്മായിമ്മ ചീത്തയാണെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് കേട്ടോ. ഇനി അമ്മായിമ്മ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സവാള മുറിച്ചാലും അതുപോലെ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുമ്പോഴും കണ്ണ് കത്തുന്നതൊക്കെ സാധാരണയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടോ താഴെ കമൻറ്റിൽ പറയണേ. അതിനുശേഷം നമുക്കതിലേക്ക് നീളത്തിൽ മുറിച്ച തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ചിതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വറവിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. ലാസ്റ്റ് കടുകും പൊട്ടിച്ചെടുത്തു കേട്ടോ. എല്ലാം കൂടെ നമ്മുടെ ചട്നിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. സംഭവം ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ എനിക്ക് വീണ്ടും പോയി കഴിക്കാൻ തോന്നുന്നതാണ്. അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളും നാളെ എന്തായാലും ദോശയ്ക്ക് ഇതുതന്നെ ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.